ഫിലിം ഗാരേജിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ 3 സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. അതിൽ ആദ്യത്തെ സിനിമ ഇന്ത്യയിലെ തന്നെ ജൂൺ മാസത്തിലെ ആദ്യത്തെ വലിയ സിനിമയിലേക്ക് വരികയാണെങ്കിൽ തഗ് ലൈഫ് എന്ന സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിരിക്കുന്നു. അത് പ്രകാരം വെള്ളിയാഴ്ചയേക്കാൾ കളക്ഷൻ പ്രതീക്ഷ സ്ഥാനത്ത് ഒരു കളക്ഷൻ വർധനയും സിനിമയ്ക്ക് ഇന്നലെ വന്നിട്ടില്ല എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഇന്നലെ 10 കോടി വേൾഡ് വൈഡ് ഗ്രോസ് വന്ന സിനിമയ്ക്ക് 62 കോടി വേൾഡ് വൈഡ് ഗ്രോസ് ആണ് ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നേരിടുന്നത് കഴിഞ്ഞിരിക്കുന്നത്. അതിൽ 27 കോടിയോളം ഗ്രോസ് കളക്ഷനും സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. കേരള കളക്ഷൻ കൂടി കൃത്യമായിട്ട് പുറത്തു വരുമ്പോൾ 1,97,00,000 രൂപയാണ് സിനിമയുടെ 3 ദിവസത്തെ കേരള ഗ്രോസ്. എല്ലായിടത്തും ഒരേപോലെ തന്നെ ഡിസാസ്റ്റർ സ്റ്റാറ്റസ്, വൻ ദുരന്ത സ്റ്റാറ്റസ് ഉറപ്പാക്കി കഴിഞ്ഞ സിനിമയുടെ ബ്രേക്ക് ഈവൻ സ്റ്റാറ്റസ് റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെയാണ് പലയിടങ്ങളിൽ സിനിമ നേരിട്ട് വിതരണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു തിയേറ്റർ റൈറ്റ്സിലേക്കും അതോടൊപ്പം തന്നെ ബ്രേക്ക് ഈവൻ സ്റ്റാറ്റസിലേക്കും സിനിമയ്ക്ക് പോകേണ്ടി വന്നിട്ടില്ല. 100 കോടിയിൽ പരം രൂപയ്ക്കാണ് സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിച്ചിരിക്കുന്നത്. അപ്പോൾ 200 കോടിയിൽ പരം വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുക്കണം സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിജയിക്കാനായിട്ട്. പോസിറ്റീവ് ആയിരുന്നെങ്കിൽ നിസ്സാരമായിട്ട് ഈ പറഞ്ഞ കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് വിജയിക്കാമായിരുന്നു. എന്നാൽ നിലവിൽ 200 കോടി പോയിട്ട് 100 കോടിയിലേക്ക് പോലും സിനിമ എത്തപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. എന്തായാലും ഇന്നത്തെ ഞായറാഴ്ചത്തെ ഉൾപ്പെടെയുള്ള തഗ് ലൈഫ് കളക്ഷനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഇനി ബോളിവുഡ് ചിത്രം ഹൗസ്ഫുൾ 5 എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചിത്രമാണ് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഇന്ത്യൻ സിനിമകളിൽ അതിവേഗം കളക്ഷൻ കുതിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ. ആദ്യ ദിവസം 40 കോടിയിൽ പരം വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത സിനിമ 2 ദിവസങ്ങൾ കൊണ്ട് 87 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്തിരിക്കുന്നു. ഇന്നത്തോടെ നിസ്സാരമായിട്ട് അങ്ങനെ സിനിമ 100 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് പിന്നിടാനായിട്ട് ഒരുങ്ങുകയാണ്. അവസാനമായിട്ട് നമ്മുടെ മലയാളം സിനിമ ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ആസിഫ് അലി സിനിമയ്ക്ക് ഇന്നലെ പെരുന്നാൾ അവധി ദിവസം 1 കോടിയിലധികം കേരള ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുകയാണ്. ആദ്യ ദിവസം 52 ലക്ഷത്തിൽ പരമായിരുന്നു സിനിമയുടെ കേരള ഗ്രോസ് എങ്കിൽ ആകെ 2 ദിവസങ്ങൾ കൊണ്ട് സിനിമയ്ക്ക് 1,62,00,000 രൂപയാണ് കേരള ഗ്രോസ്. അപ്പോൾ 2ാം ദിവസം വളരെ മികച്ച കളക്ഷൻ വർധന സിനിമയ്ക്ക് വന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ ഉൾപ്പെടെയുള്ള കളക്ഷൻ അറിയാനായിട്ട് 3 ദിവസത്തെ ആകെ കളക്ഷൻ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.